ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സൈക്യാട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അതിൻ്റെ ആൻസേഴ്സ് ആണ്. ഇത് നിങ്ങളെ എയിംസ്, നോർസിറ്റ്, ജിപ്മർ, RRB പോലെയുള്ള സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് വളരെയധികം യൂസ്ഫുൾ ആണ്. നമ്മൾ ഡീൽ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. The first question is, who is the father of psychology? The question is, who is the father of psychology? A. Abraham Jacobi. B. Jean Piaget. C. Abraham Maslow. D. William Wundt. The right answer is William Wundt. വില്യം വൂണ്ടിനാണ് നമ്മൾ ഫാദർ ഓഫ് സൈക്കോളജി ആയിട്ട് പറയുന്നത്. അബ്രഹാം മാസ്ലോയുടെ ഒരു മെയിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മാസ്ലോയുടെ ഹൈറാർക്കി തിയറി ആണ്. ജീൻ പയാഗറ്റിന്റെ കോൺട്രിബ്യൂഷൻ ആണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം സൈക്കോളജിന്റെ ഫാദർ എന്ന് പറയുന്നത് വില്യം വൂണ്ട് ആണ്. കറക്റ്റ് ആൻസർ. Second question is, in Maslow's hierarchy of physiological need, the greatest priority is A. Love. B. Respect. C. Recognition. D. Oxygen. ഫിസിയോളജിക്കൽ നീഡ്, മാസ്ലോയുടെ ഹൈറാർക്കി തിയറിയിലെ ഫിസിയോളജിക്കൽ നീഡിൽ ഗ്രേറ്റസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഡി, ഓക്സിജൻ ആണ് വരിക. എന്തുകൊണ്ടാന്ന് പറയുന്നത്, ഫിസിയോളജിക്കൽ നീഡാണ് ഏറ്റവും ബേസിക് നീഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഫിസിയോളജിക്കൽ നീഡിനെയാണ് നമ്മൾ ബേസിക് നീഡ് എന്ന് പറയുന്നത്. അതിൽ ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, സ്ലീപ്പ്, ന്യൂട്രീഷൻ ഇതെല്ലാം വരുന്നത്, ഓക്സിജൻ ഇതെല്ലാം വരുന്നത് ഫിസിയോളജിക്കൽ നീഡിലാണ്. അപ്പൊ ഈ ഫിസിയോളജിക്കൽ നീഡാണ് ഏറ്റവും ബേസിക് നീഡ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ബേസിക് നീഡിനെയാണ് നമ്മൾ ഗ്രേറ്റസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓക്സിജൻ എന്ന് പറയുന്ന ഓപ്ഷന് ആൻസർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഫിസിയോളജിക്കൽ നീഡാണ് ഏറ്റവും ബേസിക് നീഡ്. അത് കഴിഞ്ഞിട്ട് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലവ് ആൻഡ് ബിലോങ്ങിങ്സ്. ഈ ലവ് ആൻഡ് ബിലോങ്ങിങ്സിലാണ് ഫ്രണ്ട്ഷിപ്പ്, ഇന്റിമസി, ഫാമിലി റിലേഷൻഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. അടുത്ത ലെവലാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. സെൽഫ് എസ്റ്റീമിലാണ് റെസ്പെക്ട്, ഡിഗ്നിറ്റി, പർപ്പസ്, റെക്കഗ്നിഷൻ ഇത്രയും കാര്യങ്ങൾ വരുന്നു. സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് ഹയസ്റ്റ് ലെവൽ. അപ്പം മാസ്ലോയുടെ ഹൈറാർക്കി തിയറി അല്ലെങ്കിൽ ഹൈറാർക്കി ആ ഒരു അതിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് ഹൈ ലെവൽ അല്ലെങ്കിൽ ഹൈ നീഡ് എന്ന് പറയുന്നത്. അപ്പം ഒരാളെ ഫുൾ പൊട്ടൻഷ്യൽ അവിടെ മീറ്റ് ചെയ്യപ്പെടുന്നു. സെൽഫ് ആക്ച്വലൈസേഷനിൽ മീറ്റിംഗ്സ് വൺസ് ഫുൾ പൊട്ടൻഷ്യൽ. അപ്പൊ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് മൊറാലിറ്റി, ആക്സെപ്റ്റൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇപ്പൊ മൊറാലിറ്റി ആയിക്കോട്ടെ, ആക്സെപ്റ്റൻസ് ആയിക്കോട്ടെ, ക്രിയേറ്റിവിറ്റി ആയിക്കോട്ടെ, ഇതെല്ലാം സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ ഹൈ ലെവൽ ഓഫ് ഹൈറാർക്കി തിയറിയിൽ വരുന്നതാണ് ഈ ഒരു മൊറാലിറ്റി, ആക്സെപ്റ്റൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വിച്ച് വൺ ഓഫ് ദ ടൈപ്സ് ഓഫ് മെന്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ ആർ ട്രെയിനബിൾ? എ. മോഡറേറ്റ്. ബി. സിവിയർ. സി. പ്രൊഫൗണ്ട്. ഡി. മൈൽഡ്. The right answer is option A. നോർമൽ IQ നമ്മൾ പറയുന്നത് 90 to 110 ഇടയിലാണ് നമ്മൾ നോർമൽ IQ പറയുന്നത്. ഇപ്പൊ മൈൽഡ് MR എന്ന് പറയുന്നത് 50 to 70. IQ ലെവൽ 50ന്റെയും 70ന്റെയും ഇൻ ബിറ്റ്വീൻ ആകുമ്പോഴാണ് നമ്മൾ മൈൽഡ് MR ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത് എഡ്യൂക്കബിൾ ഗ്രൂപ്പ് ആണ്. മോഡറേറ്റ് MR എന്ന് പറയുന്നത് 35 to 50 ആണ്. അത് ട്രെയിനബിൾ ഗ്രൂപ്പ് ആണ്. സിവിയർ MR എന്ന് പറയുമ്പം ആ ആളുടെ IQ ലെവൽ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 20 to 35 ആയിരിക്കും. അവർ ഡിപ്പെൻഡന്റ് ആണ്. പ്രൊഫൗണ്ട് MR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ 20. അപ്പം ഒരു ആളുടെ IQ 20ൽ കുറവാണെങ്കിൽ നമുക്ക് പറയാം പ്രൊഫൗണ്ട് MR എന്ന് പറയുന്ന കാറ്റഗറിയിൽ അവർ പെടുന്നു അല്ലെ. അപ്പൊ മെയിൻ ആയിട്ടും കസ്റ്റോഡിയൽ ഗ്രൂപ്പാണ് അവരെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നോർമൽ IQ ഓർത്തിരിക്കാൻ 90 to 110 ആണ്. മൈൽഡ് MR എഡ്യൂക്കബിൾ ആണ്. മോഡറേറ്റ് MR ട്രെയിനബിൾ ആണ്. സിവിയർ MR ഡിപ്പെൻഡന്റ് ആണ്. പ്രൊഫൗണ്ട് MR എന്ന് പറഞ്ഞാൽ കസ്റ്റോഡിയൻ ആണ്. ലെസ് ദാൻ 20 ആണ് അവരെ IQ. അടുത്തത് IQയുടെ ഒരു IQ മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് മൾട്ടിപ്ലൈഡ് ബൈ 100. അപ്പൊ നമ്മൾ IQ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ്
മൾട്ടിപ്ലൈഡ് ബൈ 100 ആണ്. അതുപോലെ നമ്മൾ ഈ ഒരു IQ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ 130 എബവ് ആണെങ്കിൽ നമ്മൾ പറയും വെരി സുപ്പീരിയർ ആണ് അല്ലെ. 120 to 130 ആണെങ്കിൽ സുപ്പീരിയർ ആണ്. 110 to 119 ആണെങ്കിൽ ഹൈ ആവറേജ്. 19 to 109 ആവറേജ്. 80 to 89 ലോ ആവറേജ്. 70 to 79 ബോർഡർ ലൈൻ. 69 ആൻഡ് ബിലോ ആണെങ്കിൽ എക്സ്ട്രീംലി ലോ. അപ്പൊ ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. Fourth question is, which of the following indicates ectomorphic personality body type? Option A, large soft body. Option B, social. Option C, tall, thin, fragile. Option D, strong and muscular. The right answer is option C, tall, thin, fragile. അപ്പോൾ നമ്മൾ ഈ ഒരു പിക്ചറിന്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഷെൽഡൻ എന്ന് പറയുന്ന ആ ഒരു പേഴ്സൺ ആണ് ആദ്യമായിട്ട് ഒരു ബോഡി ടൈപ്പിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പം അക്കോർഡിംഗ് ടു ഷെൽഡൻ ക്ലാസിഫിക്കേഷൻ മെയിൻലി എക്ടോമോർഫ്, മീസോമോർഫ്, എൻഡോമോർഫ്. അപ്പൊ 3 ടൈപ്പിലുള്ള 3 ടൈപ്പ് ഓഫ് ബോഡിയെ കുറിച്ചിട്ടാണ് അവർ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ ഫസ്റ്റ് വൺ ആണ് എക്ടോമോർഫ് എന്ന് പറയുന്നത്. എക്ടോമോർഫ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും സ്മോൾ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ബോഡി സ്ട്രക്ചർ ആണ് കാണുക. അതായത് ആള് വളരെ തിന്നായിരിക്കും, മെലിഞ്ഞിട്ടായിരിക്കും അല്ലെ, തിന്നായിരിക്കും, സ്ലെൻഡർ ആയിരിക്കും, ഡെലിക്കേറ്റ് ബോഡി സ്ട്രക്ചർ ആണ് കാണുക. മോസ്റ്റ്ലി ഒരു സ്കിന്നി ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് കാണുന്നത് അവർക്ക്. അപ്പം അവർക്ക് തിന്നായിട്ടുള്ള ലീൻ മസിൽ മാസ് ആണ് കാണുക. ചെറിയ ഷോൾഡേഴ്സ്, സ്മോൾ ഷോൾഡേഴ്സ് ആയിരിക്കും കാണുക. ഫ്ലാറ്റ് ചെസ്റ്റ് ആയിരിക്കും കാണുക. അതുപോലെ തന്നെ അവർക്ക് മെറ്റബോളിസം കൂടുതലായിരിക്കും. അവരുടെ മെറ്റബോളിസം ഫാസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് വെയിറ്റ് ഗെയിൻ അധികം കാണില്ല. അപ്പം ഒരു എക്ടോമോർഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് സ്മോൾ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ബോഡി സ്ട്രക്ചർ ആണ്. അതുപോലെ തന്നെ നമുക്ക് അവര് ബോൺസ് ഒക്കെ കാണാൻ പറ്റും, ബോൺസ് വരെ വിസിബിൾ ആയിരിക്കും. ഫ്ലാറ്റ് ആയിട്ടുള്ള ചെസ്റ്റ് ആയിരിക്കും, സ്മോൾ ഷോൾഡേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഫാസ്റ്റ് മെറ്റബോളിസം, പെട്ടെന്ന് തന്നെ മെറ്റബോളിസം നടക്കുന്നത് കൊണ്ട് തന്നെ ഇറ്റ്സ് ഫൈൻസ് ടു ഹാർഡ് ടു ഗെയിൻ വെയിറ്റ്. അവർക്ക് വെയിറ്റ് ഗെയിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ മെലിഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ, ബോഡി സ്ട്രക്ചർ ആണ് എക്ടോമോർഫിൽ കാണുന്നത്. അടുത്തതാണ് മീസോമോർഫ്. മീസോ എന്ന് പറഞ്ഞാൽ മസിൽ എന്നുള്ള മീനിങ് ആണ്. മീസോമോർഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് മസിൽ ഗ്രോത്ത് ഒക്കെ ഉള്ള ഒരു ബോഡിയാണ് അവർക്ക് കാണുക. ഒരു അത്ലറ്റിക് ടൈപ്പ് ഓഫ് ബോഡി, അല്ലെങ്കിൽ ഒരു അത്ലറ്റ്സിനെ പോലെ, ഒരു സ്പോർട്സ് പേഴ്സണിനെ പോലെയുള്ള ഒരു ബോഡി സ്ട്രക്ചർ ആണ് അവർക്ക് കാണുക. അവരുടെ മസിൽസ് ഒക്കെ വെൽ ഡിഫൈൻഡ് ആയിരിക്കും. റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ബോഡി ടൈപ്പ് ആണ് അവർക്ക് കാണുന്നത്. സ്ട്രോങ് ആയിരിക്കും, അവര് നല്ല മസിൽസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫാറ്റ് മസിൽസ് ഒക്കെ അവർ പെട്ടെന്ന് ഗെയിൻ ചെയ്യും എക്ടോമോർഫിനെ കമ്പയർ ചെയ്ത് നോക്കും. എന്ന് പറയുമ്പോൾ മീസോമോർഫ് എന്ന് പറഞ്ഞാൽ വെൽ ബിൽറ്റ് ആയിട്ടുള്ള അത്ലറ്റിക് ബോഡി ആയിരിക്കും, മസിൽസ് ഉണ്ടായിരിക്കും, റെക്ടാങ്കുലർ ഷേപ്ഡ് ബോഡി ആയിരിക്കും. അപ്പം മീസോ ഫോർ മസിൽ എന്നുള്ളത് ഓർത്തിരിക്കും. എൻഡോമോർഫ് എന്ന് പറയുമ്പോൾ റൗണ്ട് ബോഡിയാണ്. അപ്പൊ കുറച്ചും കൂടെ നല്ല വണ്ണമുള്ള ഒരു ടൈപ്പ് ഓഫ് ബോഡിയാണ് ഇവർക്ക് കാണുക. അപ്പം സോഫ്റ്റ് ആയിട്ടുള്ള റൗണ്ട് ബോഡി ആയിരിക്കും കാണുക. ഗെയിൻസ് മസിൽസ് ആൻഡ് ഫാറ്റ് വെരി ഈസിലി. മസിൽസും ഫാറ്റും കാണുന്നു. ഫാറ്റ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. റൗണ്ട് ഫിസിക് ആണ് കാണുന്നത്. ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു ലോസ് ഫാറ്റ് അല്ലെ. അപ്പം അവർക്ക് ഫാറ്റ് അവര് ബുദ്ധിമുട്ടാണ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് പറയുമ്പോൾ അവരുടെ മെറ്റബോളിസം വളരെ സ്ലോ ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വെയിറ്റ് കുറയുന്നില്ല അല്ലെ. മസിൽസ് ഒന്നും അത്ര വെൽ ഡെവലപ്ഡ് അല്ല, അല്ലെങ്കിൽ ഒരു വെൽ ഡിഫൈൻഡ് മസിൽസ് അല്ല. കുറച്ചൊരു ഫാറ്റി ആയിട്ടുള്ള ഒരു ബോഡിയാണ്, ഒരു റൗണ്ട് ബോഡിയാണ് അല്ലെ. അതുപോലെ തന്നെ സോഫ്റ്റ് ആണ് ബോഡി. അപ്പം ഇതാണ് എൻഡോമോർഫിന്റെ ഫീച്ചേഴ്സ്. അപ്പൊ എക്ടോമോർഫ് എന്ന് പറയുമ്പോൾ മെലിഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കും. മീസോമോർഫ് എന്ന് പറയുമ്പോൾ നല്ല മസിലൊക്കെ ഉള്ള അത്യാവശ്യം അത്ലറ്റിക് ബോഡി ആയിരിക്കും. എൻഡോമോർഫ് എന്ന് പറയുമ്പോൾ കുറച്ച് തടിയൊക്കെ ഉള്ള, കുറച്ച് വെയിറ്റ് ഒക്കെ ഉള്ള, ഒരു റൗണ്ട് ഫിസിക് ഉള്ള, സോഫ്റ്റ് ആൻഡ് റൗണ്ട് ബോഡിയോട് കൂടിയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. അപ്പൊ ഇതാണ് ഷെൽഡൻസിന്റെ ബോഡി ടൈപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഈസ് നോട്ട് എ സ്റ്റേജ് ഓഫ് പ്രോസസ് ഓഫ് മെമ്മറി. മെമ്മറി പ്രോസസ്സിന് കുറച്ച് സ്റ്റേജസ് ഉണ്ട് അല്ലെ. അപ്പം അതിൽ ഉൾക്കൊള്ളാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റിറ്റൻഷൻ, ബി റീകോൾ, സി എൻകോഡിംഗ്,
D. Reorganization. The right answer is option D. Reorganization. സ്റ്റേജസ് ഓഫ് മെമ്മറി പ്രോസസ്. നമ്മൾ ഈ ഒരു മെമ്മറി പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കുന്നതിന് മെയിൻ ആയിട്ട് 3 സ്റ്റെപ്പുകളിലൂടെയാണ് അല്ലെങ്കിൽ 3 സ്റ്റേജസ് വഴിയാണ് നമ്മൾ ഒരു കാര്യം ഓർമ്മിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബ്രെയിനിൽ ഒരു കാര്യം ഓർമ്മ അല്ലെങ്കിൽ ഒരു സ്റ്റോർ അവിടെ ആവുന്നത്, മെമ്മറി അവിടെ സ്റ്റോർ ആവുന്നത് മെയിൻ ആയിട്ട് 3 സ്റ്റേജുകളിലൂടെയാണ്. അതിൽ ഫസ്റ്റ് സ്റ്റേജിനെ നമ്മൾ പറയും എൻകോഡിങ്. എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റിംഗ് ആണ് അല്ലെ, ഇന്റഗ്രേഷൻ ആണ്. എന്ന് പറയുമ്പം ഇന്റഗ്രേറ്റിംഗ് ഇൻഫർമേഷൻ ഇൻ ടു ദ മെമ്മറി സിസ്റ്റം അല്ലെ. അപ്പം നമ്മൾ മെമ്മറി സിസ്റ്റത്തിലോട്ട് ആ ഒരു ഇൻഫർമേഷൻസിന്റെ ഇന്റഗ്രേഷൻ നടക്കുന്നു. അതാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഒരാളെ കണ്ടുമുട്ടുന്നു അല്ലെ, നിങ്ങൾ ഒരാളെ കണ്ടുമുട്ടുന്നു, അവരുടെ പേര് നിങ്ങൾ പഠിക്കുന്നു അല്ലെ. നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരാളെ പേര് നിങ്ങൾ പഠിക്കുന്നു അല്ലെ. അതെന്താണ്? എൻകോഡിംഗ് ആണ്. നിങ്ങൾ ഒരാളെ കണ്ടുമുട്ടുന്നു, അവരുടെ പേര് നിങ്ങൾ പഠിക്കുന്നു. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്, മെമ്മറിയുടെ അടുത്ത സ്റ്റേജ് സ്റ്റോറേജ് ആണ്. സ്റ്റോറേജ് എന്ന് പറയുന്ന സമയത്ത് പ്രിസർവിങ് എൻകോഡഡ് മെറ്റീരിയൽ ഇൻ മെമ്മറി അല്ലെ. ആ ഒരു എൻകോഡഡ് ആയിട്ടുള്ള ആ ഒരു മെറ്റീരിയലിനെ നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നു. നിങ്ങൾ you say her name over and over in your head too അല്ലെ. നിങ്ങൾ കണ്ടുമുട്ടിയ ആ ഒരാളുടെ, അതൊരു പെൺകുട്ടിയാണെങ്കിൽ അവരുടെ ആ ഒരു പേര് നിങ്ങൾ പിന്നെയും പിന്നെയും ഓർക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നു. അപ്പൊ നിങ്ങളെ ആ ഒരു മെമ്മറിയിൽ ആ ഒരാളുടെ പേര് സ്റ്റോർ ചെയ്യപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. ദാറ്റ് ഈസ് സ്റ്റോറേജ് സ്റ്റേജ്. അടുത്തതാണ് റിട്രൈവൽ അല്ലെങ്കിൽ റിട്രീവൽ അല്ലെ. ആക്സസിങ് മെമ്മറി ഫ്രം സ്റ്റോറേജ് അല്ലെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ട് അത് റീകോൾ ചെയ്യുന്നു അല്ലെ. ഒരാളെ പേര് നിങ്ങൾ റീകോൾ ചെയ്യുമ്പം അത് റിട്രീവൽ ചെയ്യാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ മെമ്മറി സ്റ്റോറേജിൽ നിന്ന് ആ ഒരു മെമ്മറിനെ നിങ്ങൾ ആക്സസ് ചെയ്യുന്നു അല്ലെ. അപ്പൊ നിങ്ങൾ ഒരാളെ മീറ്റ് ചെയ്യുന്നു, അവരുടെ പേര് പഠിക്കുന്നു, അത് എൻകോഡിംഗ് ആണ്. ആ പഠിച്ചിട്ടുള്ള ആ വ്യക്തിയുടെ പേര് നിങ്ങൾ വീണ്ടും വീണ്ടും പറയാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പൊ അത് സ്റ്റോർ ചെയ്യപ്പെടുന്നു നിങ്ങളെ ബ്രെയിനിൽ അല്ലെ. റിട്രൈവൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ റീകോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അല്ലെ. ആക്സസിങ്, നിങ്ങൾ അവരെ വിളിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ നിങ്ങളിപ്പം ആ കണ്ടുമുട്ടിയ വ്യക്തിയെ നിങ്ങൾ വിചാരിക്കണമെന്ന് ഫേസ്ബുക്കിൽ തിരയാം അല്ലെ. അപ്പൊ അവിടെ റിട്രീവൽ ആണ് നടക്കുന്നത്. നിങ്ങൾ ആ വ്യക്തിയുടെ പേര് ഓർത്തെടുത്തിട്ട് അവരെ നിങ്ങൾ സെർച്ച് ചെയ്യാൻ പോവാണ് അല്ലെ. ആക്സസിങ് മെമ്മറി ഫ്രം സ്റ്റോറേജ്. അപ്പം എൻകോഡിംഗ്, സ്റ്റോറേജ്, റിട്രീവൽ, ഇതാണ് മെമ്മറി പ്രോസസ്സിന്റെ 3 സ്റ്റേജസ്. Next question is, when an individual is not able to decide amongst 2 equally important goals is termed as A. Substitution, B. Conflict, C. Repression, D. Projection. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഒരാൾക്ക് 2 ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഗോൾസ് ഉണ്ട്. അപ്പം അതിൽ ഏത് ഡിസൈഡ് ചെയ്യണമെന്ന് അവർക്ക് കഴിയുന്നില്ല അല്ലെ. അപ്പൊ അതിനെന്താണ് പറയുന്നത്? 2 ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോളുകൾ നമുക്കുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അതിൽ ഏത് വേണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ സിറ്റുവേഷന് നമ്മൾ പറയുന്ന പേരാണ് കോൺഫ്ലിക്റ്റ് അല്ലെ. കോൺഫ്ലിക്റ്റ് ഈസ് എ പെയിൻഫുൾ ഇമോഷണൽ സ്റ്റേറ്റ് വിച്ച് റിസൾട്ട്സ് ഫ്രം എ ടെൻഷൻ ബിറ്റ്വീൻ ഒപ്പോസ്ഡ് ആൻഡ് കോൺട്രഡിക്ടറി വിഷസ്. ഡഗ്ലസ് ആൻഡ് ഹോളണ്ടിന്റെ ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ 2 ഈക്വലി ആയിട്ടുള്ള 2 ഗോൾസ്, ഒപ്പോസിങ് ഗോൾസ് വരുന്നു അല്ലെങ്കിൽ കോൺട്രഡിക്ടറി വിഷസ് വരുന്നു. നമുക്ക് അതിൽ ഏതാണ് ഡിസൈഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതാണ് ഫൈനലൈസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ടെൻഷൻ വരുന്ന സമയത്തുള്ള ഇമോഷണൽ സ്റ്റേറ്റ് ആണ് കോൺഫ്ലിക്റ്റ് എന്നാണ് പറയുന്നത് ഡഗ്ലസ് ആൻഡ് ഹോളണ്ട്. നമുക്ക് മെയിൻ ആയിട്ടും ടൈപ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് നമുക്ക് നോക്കണം. കാരണം ഈ ഒരു ഭാഗത്തു നിന്ന് നിരവധി ക്വസ്റ്റ്യൻസ് മുന്നേ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. നമ്മളെ കഴിഞ്ഞിട്ടുള്ള കുറെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തതാണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് ഒക്കേഴ്സ് വെൻ യു മസ്റ്റ് ചൂസ് ബിറ്റ്വീൻ 2 ഡിസൈറബിൾ ഔട്ട്കംസ്. അപ്പം 2 ഡിസൈറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് ഉണ്ട്, നിങ്ങൾ അതിന്റെ ഇടയിൽ നിന്ന് ചൂസ് ചെയ്യണം അല്ലെ. അപ്പം നിങ്ങൾക്കൊരു സിറ്റുവേഷൻ വരികയാണ്. അപ്പൊ നിങ്ങൾക്ക് പുറത്തു പോകാനും ആഗ്രഹമുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കേരള PSC കിട്ടാനും ആഗ്രഹമുണ്ട് അല്ലെ. അപ്പം നിങ്ങൾക്ക് പുറത്തു പോകാനുള്ള ഓപ്പർച്യൂണിറ്റി റെഡിയായി നിങ്ങൾ കേരള PSC നിങ്ങൾക്ക് DMEയുടെ റിസൾട്ട് നോക്കി നിങ്ങൾക്ക് കോള് വന്നു, ജോയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു.
അതേ സമയം തന്നെ നിങ്ങൾക്ക് പുറത്തു പോകാനുള്ള OETയുടെയും എല്ലാ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞതാണ്. അപ്പം അവിടേക്കും പോകാനുള്ള സമയമായി അല്ലെ. അപ്പം നിങ്ങൾ രണ്ട് ഡിസൈറബിൾ ഔട്ട്കംസിന്റെ ഇടയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്തേ പറ്റുള്ളൂ. ഒന്നുകിൽ നിങ്ങൾക്ക് പുറത്തോട്ട് പോകണം, അത് നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് കേരള ബേസ്ഡ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു റാങ്ക് കിട്ടിയിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് വിളിയും വന്നിട്ടുണ്ട്, ജോയിൻ ചെയ്യാനുള്ള ലെറ്റർ ഒക്കെ വന്നു അല്ലെ. അപ്പൊ അത് രണ്ടും ഡിസൈറബിൾ ഔട്ട്കംസ് ആണ്. അപ്പൊ നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം അല്ലെ. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ട് അല്ലെ, അത് ചൂസ് ചെയ്യാനുള്ള ആ ഒരു ഇമോഷണൽ സിറ്റുവേഷൻ, അതാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അപ്രോച്ച് കോൺഫ്ലിക്റ്റ് രണ്ടും നിങ്ങൾക്ക് അപ്രോച്ചബിൾ ആണ്, രണ്ടും നിങ്ങൾക്ക് ഡിസൈറബിൾ ആണ്, പക്ഷെ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് അല്ലെ. ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്? അതാണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. രണ്ടും നിങ്ങൾക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് ആണ്. അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് occurs when you must choose between two unattractive outcomes. അപ്പം അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ജോബിന് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് രണ്ട് ജോബും വന്നിരിക്കുന്നത് പ്രൈവറ്റ് സെക്ടറിനാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ജോബാണ് താല്പര്യമുള്ളത്. അപ്പൊ രണ്ട് പ്രൈവറ്റ് സെക്ടറിലുള്ള അല്ലെ രണ്ട് ഹോസ്പിറ്റൽസ് നിങ്ങൾക്ക് രണ്ട് ജോയിൻ ലെറ്റർ വന്നു, പക്ഷെ നിങ്ങൾക്ക് രണ്ട് സ്ഥലത്തും ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ജോബ് വേണമെന്നാണ് അല്ലെ. പക്ഷെ നിങ്ങൾക്ക് രണ്ടും നിങ്ങൾക്ക് വേണ്ട. വെൻ യു മസ്റ്റ് ചൂസ് ബിറ്റ്വീൻ ടു അൺഅട്രാക്റ്റീവ് ഔട്ട്കംസ് അല്ലെ. രണ്ടും അൺഅട്രാക്റ്റീവ് ആണ്, രണ്ട് പ്രൈവറ്റ് ജോബ് നിങ്ങൾക്ക് വേണമെന്നില്ല മനസ്സിൽ അല്ലെ. പക്ഷെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്തേ പറ്റുള്ളൂ. അതാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് അപ്രോച്ച് അവോയ്ഡൻസ്. എക്സിസ്റ്റ് വെൻ വൺ ഇവന്റ് ഓർ ഗോൾ ഹാസ് ബോത്ത് അട്രാക്റ്റീവ് ആൻഡ് അൺഅട്രാക്റ്റീവ് ഫീച്ചേഴ്സ്. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം തന്നെ അല്ലെങ്കിൽ ഒരു ഗോൾ ഉണ്ട്, അതിന് രണ്ട് വിധത്തിലുള്ള ഫീച്ചേഴ്സും ഉണ്ട്, അട്രാക്റ്റീവും ഉണ്ട് അൺഅട്രാക്റ്റീവും ഉണ്ട്. നിങ്ങൾക്ക് പുറത്തോട്ട് പോകണം അല്ലെ. പുറത്തോട്ട് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്, പുറത്തൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്, നല്ല സാലറി ആണ്, നല്ല പേ സ്കെയിൽ ഉണ്ട് അല്ലെ, നല്ല സാലറി നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇപ്പൊ ഒരു 1,50,000 rupees ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു അട്രാക്റ്റീവ് സൈഡ് ആണ് അത് അല്ലെ. പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് 2 വർഷത്തിൽ ഒരിക്കലേ ലീവ് കിട്ടുള്ളൂ അല്ലെ. നിങ്ങൾ വീടിന്ന് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും അല്ലെ. അതിനൊരു അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചറും അവിടെ ഉണ്ട് അല്ലെ. പക്ഷെ ആ ഒരേ ഒരു ഗോളാണുള്ളത്. ആ ഒരു ഗോളിന് എന്തുണ്ട്? അട്രാക്റ്റീവ് ആയിട്ടുള്ള അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ പുറത്തു പോയി കഴിഞ്ഞാൽ നല്ല ആ ഒരു ജോബിന് നല്ല പൈസ നിങ്ങൾക്ക് കിട്ടും, നല്ല സാലറി കിട്ടും. പക്ഷെ അതേ സെയിം ടൈം നിങ്ങൾ വീട്ടിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് നിൽക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലീവ് പെട്ടെന്ന് കിട്ടുന്നില്ല അല്ലെ. അപ്പൊ അവിടെ എന്താണ്? അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ആണ് അല്ലെ. അപ്പം ഒരേ കാര്യത്തിന് തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചറും ഉണ്ട്, അൺഅട്രാക്റ്റീവ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഇത് ചൂസ് ചെയ്യുന്നുള്ളൊരു ടെൻഷൻ അവിടെ ബിൽഡപ്പ് ചെയ്യുന്നു അല്ലെ. അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. അടുത്തതാണ് മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഹിയർ യു മസ്റ്റ് ചൂസ് ബിറ്റ്വീൻ ടു ഓർ മോർ തിങ്സ്, ഈച്ച് ഓഫ് വിച്ച് ഹാസ് ബോത്ത് ഡിസൈറബിൾ ആൻഡ് അൺഡിസൈറബിൾ ഫീച്ചേഴ്സ്. അപ്പൊ ഇത്രയാണ് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്റ്റ്. Next question is repetition of similar actions in similar circumstances called. അപ്പൊ നിങ്ങൾ സിമിലർ ആക്ഷൻസ് സിമിലർ സർക്കംസ്റ്റൻസസിൽ ചെയ്യുകയാണെങ്കിൽ അതിന് എന്താണ് പറയാന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എ ഹാബിറ്റ്, ബി ആറ്റിറ്റ്യൂഡ്, സി ഇമോഷൻ, ഡി മോട്ടിവേഷൻ. അപ്പം എന്തായിരിക്കും ആൻസർ? ആൻസർ ബി ആണ്, ഹാബിറ്റ് ആണ് അല്ലെ. അപ്പൊ ഹാബിറ്റ് എന്ന് പറയുമ്പോൾ സെയിം സർക്കംസ്റ്റൻസസിൽ തന്നെ നമ്മൾ സെയിം കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് ഹാബിറ്റ് ആണ് നമ്മൾ പറയും അല്ലെ. ഇപ്പൊ റിപ്പീറ്റഡ് പെർഫോമൻസ് ആണ്. അപ്പം ഒരു ഇൻഡിവിജ്വൽ കൺസിസ്റ്റന്റ് ആയിട്ട് അത് പെർഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹാബിറ്റ് ആണെന്ന് പറയാം അല്ലെ. ഒരേ കാര്യം തന്നെ അവർ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു ഇൻഡിവിജ്വൽ. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അതൊരു ഹാബിറ്റ് ആയിട്ടാണ് നമ്മൾ പറയാം, ശരിയല്ലേ? അപ്പം ഹാബിറ്റ് ഈസ് ദ ടെൻഡൻസി ടുവാർഡ്സ് ആൻ ആക്ട് that has become repeated performance, relatively fixed, consistent and easy to perform by an individual. അതാണ് ഹാബിറ്റ് എന്ന് പറയുന്നത്. ആറ്റിറ്റ്യൂഡ്. എന്താണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഇവന്റിനെ കുറിച്ചിട്ടോ നമ്മൾ നടത്തുന്ന ഇവാലുവേഷൻ അല്ലെങ്കിൽ ജഡ്ജ്മെന്റിനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പം ആറ്റിറ്റ്യൂഡ് ഈസ് ദ ഇവാലുവേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ഓർ ജഡ്ജ്മെന്റ്സ് കൺസേണിങ് ഒബ്ജക്ട്, പീപ്പിൾ ഓർ ഇവന്റ്. അപ്പം ഒരു ഇവന്റിനെ കുറിച്ചോ ഒരു വ്യക്തിയെ, പീപ്പിളിനെ കുറിച്ചോ ഒബ്ജക്ട്സിനെ കുറിച്ചോ നമ്മൾ ഒരു ഇവാലുവേറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറയാണ്.
അല്ലെങ്കിൽ നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് ആറ്റിറ്റ്യൂഡ് എന്നാണ് പറയാം. ഇമോഷൻസ് ആർ കോൺഷ്യസ് മെന്റൽ റിയാക്ഷൻസ് ഓഫ് സബ്ജക്റ്റീവ് ഫീലിംഗ്സ് ടുവാർഡ്സ് എ സ്പെസിഫിക് ഒബ്ജക്റ്റ് ഓർ ഇവന്റ്. നമുക്കൊരു വ്യക്തിയോടോ അല്ലെങ്കിൽ നമുക്കൊരു സിറ്റുവേഷനോടോ തോന്നുന്ന മെന്റൽ റിയാക്ഷനാണ് ഇമോഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ഫീലിംഗ് ആണ് അല്ലെ. ഇപ്പൊ സബ്ജക്റ്റീവ് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ ഫീലിംഗ് അല്ലെ. ഇപ്പൊ നമുക്ക് തോന്നുന്ന നമ്മുടെ ഉള്ളിലുള്ള നമുക്കൊരുന്നിനോട് തോന്നുന്ന ഒരു ഫീലിംഗിനെയാണ് നമ്മൾ സബ്ജക്റ്റീവ് ഫീലിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് അത് കോൺഷ്യസ് ആണ് അല്ലെ. ഇപ്പൊ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുന്നതാണ്, കോൺഷ്യസ് ആണ് അത് അല്ലെ. കോൺഷ്യസ് ആയിട്ടുള്ള മെന്റൽ റിയാക്ഷൻസ് ആണ് അല്ലെങ്കിൽ നമുക്കുള്ള ഫീലിങ്സ് ആണ് അല്ലെ. എന്തിനോടെങ്കിലും ഉള്ള നമുക്കുള്ള ഫീലിങ്സ്, കോൺഷ്യസ് ഫീലിംഗ് ആണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് മോട്ടിവേഷൻ. ഇപ്പൊ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു ഗോള് അല്ലെങ്കിൽ ഒരു എയിം ഉണ്ട്, ആ ഒരു എയിം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെ മോട്ടിവേഷൻ ഉണ്ട് അല്ലെ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ ടു അക്കംപ്ലിഷ് ഡിസൈർഡ് ഗോൾസ്. നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ നമുക്ക് വേണ്ട ഡിസൈർഡ് ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം മോട്ടിവേഷൻ ആണ്. ഇപ്പൊ വേറെ ഒരാളെ നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ഒരു കുട്ടിക്ക് എക്സാം ഉണ്ട് അല്ലെ, അപ്പൊ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ നിങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മോസ്റ്റ് വിവിഡ് ഡ്രീംസ് ഒക്കേഴ്സ് ഇൻ വിച്ച് സ്ലീപ്പ്. വളരെയധികം റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ചിലപ്പം ചോദിക്കാം മോസ്റ്റ് ഡ്രീംസ് ആർ ഒക്കേർഡ് ഇൻ വിച്ച് ലെവൽ ഓഫ് സ്ലീപ്പ് അല്ലെ. അപ്പം ഏറ്റവും കൂടുതൽ ഡ്രീംസ് ഏത് സ്ലീപ്പിന്റെ സ്റ്റേജിലാണ് കാണുന്നത്? NREM സ്ലീപ്പ്, REM സ്ലീപ്പ്, NREM സ്റ്റേജ് 2, ഹൈബർനേഷൻ സ്ലീപ്പ്. The right answer is answer B, REM സ്ലീപ്പ്. അപ്പൊ REM സ്ലീപ്പിലാണ് നമ്മൾ മെയിൻ ആയിട്ടും ഡ്രീംസ് അല്ലെങ്കിൽ സ്വപ്നങ്ങളെല്ലാം കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സൈക്കോസെക്ഷൽ ഡിസോർഡർ ഇൻ വിച്ച് സെക്ഷൽ ബിഹേവിയർ ടുവാർഡ്സ് ആനിമൽ. A. Fetishism, B. Bestiality, C. Frotteurism, D. Transvestism. ചോദിച്ചിരിക്കുന്നത് ആനിമൽസുമായിട്ടുള്ള സെക്ഷൽ ബിഹേവിയർ അല്ലെ. അപ്പം അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ബി, ബീസ്റ്റിയാലിറ്റി ആണ്. അപ്പം ഈ അൺയൂഷ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയേഴ്സിനെ നമ്മൾ മെയിൻ ആയിട്ട് പാരാഫീലിയ എന്നാണ് പറയുക, അല്ലെങ്കിൽ പാരാഫിലിക് ഡിസോർഡേഴ്സ് എന്നാണ് പറയുക. DSM-5 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ബീസ്റ്റിയാലിറ്റി എന്ന് പറയുമ്പോൾ അത് മെയിൻ ആയിട്ടും അനിമൽസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അനിമൽസിനെ യൂസ് ചെയ്യുക, സെക്ഷൽ പ്ലഷറിന് വേണ്ടിയിട്ട് അനിമൽസിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ബീസ്റ്റിയാലിറ്റി അല്ലെങ്കിൽ സൂഫീലിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫിലിയാസും കൂടെ ഉണ്ട്. അതിൽ വരുന്നതാണ് വോയേയൂറിസം. വോയേയൂറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്സർവിങ് ആൻ അൺസസ്പെക്ടിങ് പേഴ്സൺ നേക്ഡ്, ഡിസോർബിങ് ഓർ എൻഗേജ്ഡ് ഇൻ സെക്സ് എന്ന് പറയുമ്പോൾ ഒരാളെ ഒളിഞ്ഞു നോക്കുന്നതിനാണ് നമ്മൾ വോയേയൂറിസം എന്ന് പറയാം. അപ്പോൾ ഒരാളെ സെക്ഷൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആളുടെ നേക്ഡ് ആയിട്ടുള്ള രൂപം അല്ലെ അതൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് അബ്നോർമൽ ബിഹേവിയറിനെ നമ്മൾ പറയുന്ന പേരാണ് വോയേയൂറിസ്റ്റിക് ബിഹേവിയർ. അടുത്തതാണ് ഫെറ്റിഷിസം. Arousal to non-living objects or specific non-sexual part of body. അതായത് ഒരു നോൺ ലിവിങ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ ജീവനില്ലാത്ത എന്തെങ്കിലും ഒരു വസ്തുക്കളിൽ നിന്നൊക്കെ ഒരാൾക്ക് എറോസൽ വരുന്നു അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഫീലിംഗ് പ്ലഷർ ഒക്കെ വരികയാണെങ്കിൽ അതിനെയാണ് ഫെറ്റിഷിസം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ചില ആൾക്കാർ വേറൊരാൾ ഉപയോഗിക്കുന്ന ഷൂസ് അല്ലെങ്കിൽ അവരെ ഇന്നർ വെയേഴ്സ് അല്ലെ, അപ്പം അതിൽ നിന്നൊക്കെ അവർക്കൊരു സെക്ഷൽ പ്ലഷർ കിട്ടുന്നു അല്ലെ, അത് ഫെറ്റിഷിസം എന്ന് പറയുന്ന ബിഹേവിയർ ആണ്. മെയിൻ ആയിട്ടും ബോഡിയോട് കുറച്ചും കൂടെ അടുത്തിട്ടുള്ള വസ്ത്രങ്ങളിൽ നിന്നൊക്കെയാണ് അവർക്ക് ആ ഒരു ഫീലിങ്സ്, ഇന്നർ വെയേഴ്സ് അല്ലെ അതൊക്കെ അവർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് അവർക്കൊരു സെക്ഷൽ പ്ലഷർ തോന്നുകയാണെങ്കിൽ ആ ബിഹേവിയറിന്, ആ ഒരു അബ്നോർമൽ ബിഹേവിയറിനെ പറയുന്ന പേരാണ് ഫെറ്റിഷിസം. അടുത്തതാണ് എക്സിബിഷനിസം. എക്സ്പോഷർ ഓഫ് വൺസ് ജെനൈറ്റൽ ടു ആൻ അൺസസ്പെക്ടിങ് സ്ട്രേഞ്ചർ. അപ്പൊ മെയിൻ ആയിട്ടും എക്സിബിറ്റ് ചെയ്യുന്നു അല്ലെ, ഒരാളെ ജെനൈറ്റൽസ് വേറൊരു സ്ട്രേഞ്ചറിന് എക്സിബിറ്റ് ചെയ്യുന്നു അല്ലെ. അപ്പൊ ഇത് എപ്പോഴും അധികമായിട്ടും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ബിഹേവിയർ ആണ് എക്സിബിഷനിസം എന്ന് പറയുന്നത്. ഒരാളുടെ ഓർഗൻസ് അല്ലെങ്കിൽ ജെനൈറ്റൽസ് ഒക്കെ വേറെ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മുന്നിൽ എക്സ്പോസ് ചെയ്യുന്നു, അതുവഴി ഈ ഒരു വ്യക്തിക്ക് സെക്ഷൽ പ്ലഷർ കിട്ടുന്നു. അടുത്തതാണ് ഫ്രൊട്ടിയൂറിസ്റ്റിക് ബിഹേവിയർ അല്ലെങ്കിൽ ഫ്രൊട്ടിയൂറിസം എന്ന് പറയും.
എന്ന് പറയുമ്പം ഒരാളെ കൺസെന്റ് ഇല്ലാതെ അവർ ടച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ ബോഡിയൊക്കെ റബ്ബ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു അബ്നോർമൽ ബിഹേവിയർ അല്ലെ, അങ്ങനെയൊക്കെ വേറൊരാളെ കൺസെന്റ് ഇല്ലാതെ അവരെ ടച്ച് ചെയ്യാണ്, അവരെ റബ്ബ് ചെയ്യുകയാണെങ്കിലൊക്കെ അതുവഴി ഈ ഒരു വ്യക്തിക്ക് സെക്ഷൽ പ്രഷർ കിട്ടുന്നു. അതിനാണ് ഫ്രോട്ടിയൂറിസം എന്ന് പറയുന്നത്. അടുത്തത് സെക്ഷൽ മാസോച്ചിസം, ഡിറൈവിംഗ് സെക്ഷൽ എക്സൈറ്റ്മെന്റ് ഫ്രം ബീങ് ഹ്യൂമിലിയേറ്റഡ്, ബീറ്റൻ, ബൗണ്ട് ഓർ അതർവൈസ് മെയ്ഡ് ടു സഫർ. സെക്ഷൽ മാസോച്ചിസം എന്ന് പറയുന്നത് ഒരു പാർട്ട്ണറിനെ വേറൊരു പാർട്ട്ണർ അവരെ അടിക്കുക അല്ലെങ്കിൽ അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുക, അങ്ങനെ വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെ, അവരെ ബീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ ബൗണ്ട് ചെയ്യുന്നു. അതുവഴി ആ ഒരു ഹ്യൂമിലിയേഷന് വിധേയമാക്കപ്പെട്ട വ്യക്തിക്ക് ഒരു സെക്ഷൽ പ്രഷർ കിട്ടുകയാണെങ്കിൽ അതാണ് മാസോച്ചിസം, സെക്ഷൽ മാസോച്ചിസം എന്ന് പറയുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സെക്ഷൽ സാഡിസം. സെക്ഷൽ സാഡിസം എന്ന് പറയുമ്പം ഒരു വിക്ടിമിനെ അല്ലെങ്കിൽ പാർട്ട്ണറിനെ അവര് സൈക്കോളജിക്കലിയോ ഫിസിക്കലി ഒക്കെ സഫർ ചെയ്യിപ്പിക്കുന്നു അല്ലെ. അതുവഴി ആ വിക്ടിം സഫർ ചെയ്യുന്നത് കണ്ടിട്ട് ഈ ഒരാള് സെക്ഷലി എക്സൈറ്റഡ് ആവുകയാണെങ്കിൽ അതിനെയാണ് സെക്ഷൽ സാഡിസം എന്ന് പറയുന്നത്. അടുത്തതാണ് ട്രാൻസ്വെസ്റ്റിസം. ട്രാൻസ്വെസ്റ്റിസം നമ്മൾ പറയും അതിനെ ക്രോസ് ഡ്രസ്സിംഗ് എന്നാണ് പറയുക. ക്രോസ് ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ജെൻഡറിന്റെ വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡറിന്റെ ഡ്രസ്സ് എടുത്ത് ധരിക്കുന്നു അല്ലെ, അതുവഴി അവർക്കൊരു സെക്ഷൽ പ്രഷർ കിട്ടുകയാണെങ്കിൽ അതാണ് ട്രാൻസ്വെസ്റ്റിസം എന്ന് പറയാം. അർജസ് ആൻഡ് ഫാന്റസീസ് ഇൻവോൾവിംഗ് ക്രോസ് ഡ്രസ്സിംഗ്. പീഡോഫീലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ പ്യൂബിസെന്റ് ആയിട്ടുള്ള ചിൽഡ്രനൊക്കെ സെക്ഷൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഒരു ബിലോ 13 ഇയേഴ്സ് ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളെയൊക്കെ സെക്ഷൽ ആക്ടിവിറ്റിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പീഡോഫീലിയ എന്ന് പറയാം. അല്ലാതെ കോപ്രോഫീലിയ എന്ന് പറയുന്ന സമയത്ത് സെക്ഷൽ പ്ലഷർ ഫ്രം കോണ്ടാക്ട് വിത്ത് ഫീസിസുമായിട്ടുള്ള കോണ്ടാക്ട് വരുന്ന സമയത്ത് അതിൻ്റെ അകത്തുനിന്നൊരു സെക്ഷൽ പ്ലഷർ കിട്ടുകയാണെങ്കിൽ അതിനെയാണ് കോപ്രോഫീലിയ എന്ന് പറയാ. അടുത്തതാണ് യൂറോഫീലിയ. യൂറോഫീലിയ എന്ന് പറയുമ്പോൾ സെക്ഷൽ പ്ലഷർ ഫ്രം കോണ്ടാക്ട് വിത്ത് യൂറിൻ്റെ അകത്തുനിന്ന് അവർക്കൊരു സെക്ഷൽ പ്ലഷർ കിട്ടുന്നു, യൂറോഫീലിയ. സോംനാഫീലിയ എന്ന് പറയുമ്പോൾ ഒരു സ്ലീപ്പിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണുമായിട്ട് സെക്ഷൽ